പിസ മൊത്തം കഴിക്കണോട്ടോ മോനെ. നടി ജ്യൂസ് കുടിക്കും ഇവിടെ ചെയ്യട്ടെ. നടുവേദനയടി. നീ വന്നിട്ട് 10 മിനിറ്റ് ആയില്ലേ? തിരക്ക് കാണാൻ പാടില്ലടി, അത് കാരണം. ഇത് സുമയുടെ മോൻ, നിനക്കറിയില്ലേ? എടാ നീ അറിയില്ലേടാ ആന്റീനെ? കണ്ട അവനറിയാം, നീ ഓർക്കാഞ്ഞിട്ടാ. മോനെ അപ്പുറത്ത് പോയി കഴിച്ചോ? ശരി പോയോടി. ദൈവമേ, എപ്പ വന്നാന്നറിയാമോ? സുമ ഷോപ്പിങ്ങിന് വേണ്ടി, എന്നിട്ട് മോൻ ഇവിടെ തള്ളിയിട്ട് അവൾ അങ്ങോട്ട് പോയി. എങ്ങനെയുണ്ട്? അയ്യോ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേ ചെറുക്ക് ഇവിടെ വന്നത്. ഇവിടെ ഉള്ള ഫുഡ് ഒന്നും കഴിക്കില്ല. പിസ വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. ഞാൻ എന്നിട്ട് പിസ ഓർഡർ ചെയ്ത് കൊടുത്തിപ്പ അന്നേരമാണ് കഴിച്ചത്. എന്റെ പിള്ളേര് വീട്ടിലെന്തുണ്ടാക്കണം അത് കഴിക്കും. ഈ ചെറുക്ക അങ്ങനെയല്ല, ചെറിയ കൊച്ചതല്ല, 4 വയസ്സാവാറായി. എന്നിട്ടാണ് ഇപ്പോഴും പുന്നാരം ഭയങ്കര. എന്റെ പിള്ളേരാ, അവര് KFC വേണമെന്ന് പറഞ്ഞോ? KFC വേണമെന്നായിരിക്കില്ല, KFC കണ്ടു എങ്ങനെ ആയിരിക്കും പറഞ്ഞേ. ബസ്സിലൊക്കെ പോയപ്പോഴേ KFCയുടെ ബോർഡ് കണ്ടു, നീ കേട്ടത് മാറിപ്പോയതായിരിക്കും. എന്നിട്ട് നീ KFC വാങ്ങിച്ചു കൊടുത്ത അവർക്ക്. നിന്റെ ഒരു കാര്യം, വെറുതെ പൈസ കളയാനായിട്ട്. അവരങ്ങനെയൊന്നും പറയുന്ന പിള്ളേരല്ലടി. ഞാൻ അങ്ങനെയല്ല വളർത്തുന്ന പിള്ളേരെ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. നിനക്കറിയാൻ പാടില്ലേ? അവരങ്ങനെയൊന്നും പറയില്ല, നല്ല പിള്ളേരും. എന്താ ചിത്തൂട്ടാ, കഴിച്ചു കഴിഞ്ഞോ? എന്നാ പ്ലേറ്റ് അവിടെ വെച്ചേക്കിട്ടാ, ആന്റി എടുത്തോളാമേ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. പ്ലേറ്റ് എല്ലാം പൊട്ടിക്കും. കഴിഞ്ഞ ആഴ്ച ഒരു ഗ്ലാസ് പൊട്ടിച്ചു. എന്നിട്ട് സുമ വന്നപ്പോ ഞാൻ പറഞ്ഞു, എടി ഗ്ലാസ് ഒരെണ്ണം പൊട്ടിയിട്ടോന്ന്. ഞാൻ കരുതി അവളൊരെണ്ണം പുതിയത് വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഒരു ജന്മം. നിന്റെ പാത്രോ? ഏത് പാത്രം ഇവിടെ ഉള്ള? അന്ന് പായസം. അതുണ്ടല്ലോടി പായസം. പായസം എന്ന് പറയുമ്പോ നാക്കില് വെള്ളം വരും. നല്ല പായസമായിരുന്നു കേട്ടോ. അയ്യോ, നിന്റെ ഒരു കാര്യം, നിന്റെ ഒരു കൈപ്പുണ്യം കൊള്ളി. ആ പാത്രം പൊട്ടിയിടി മോളെ. അതെന്നാന്നോ, അത് ഇവനോട് കണ്ണനോട് ഹോംവർക്ക് ചെയ്യാനെങ്ങാണ്ട് പറഞ്ഞപ്പോ അവൻ ആ ദേഷ്യത്തിന്റെ അടുത്ത് എറിഞ്ഞത് തന്നെ. അത് പൊട്ടിപ്പോയി. ചേട്ടൻ പറഞ്ഞാട്ടെ വേറെ വാങ്ങിച്ചു കൊടുക്കാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, നിനക്ക് അത് ഇഷ്ടപ്പെടില്ലെന്ന്. നിനക്ക് ഇഷ്ടപ്പെടൂടി? ഞാൻ ഒരു കുഞ്ഞു പാത്രം, അത് ഇനി റീപ്ലേസ്മെന്റ് വാങ്ങിച്ചു തന്നു. അത്ര ഉള്ളോ നമ്മൾ തമ്മിലുള്ള ബന്ധം? ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. അതുപോലെയാണിത്. നിനക്ക് വേണാർന്നോ പാത്രം? വേണ്ടല്ലേ? നടുവേദനയടി, ഭയങ്കര നടുവേദന. ഈ ചെറുക്കന്റെ പുറകെ ഓടിയിട്ടേ കണ്ണൻ ചവിട്ടിയതോ? കണ്ണൻ ചവിട്ടി. നീ ഇങ്ങനെ അറിഞ്ഞ? കണ്ണൻ ചവിട്ടിയൊന്നല്ലേ, അത് കൊച്ചു കരാട്ടെ കളിച്ചല്ലേ, അപ്പൊ അറിയാതെ കാലൊന്ന് കൊണ്ടതാണ്. മാത്രല്ല അവൻ ചെറിയ കൊച്ചിലടി, 8 വയസ്സല്ലേ ഉള്ളൂ. അവനിപ്പോ ഒന്ന് ചവിട്ടിന്ന് ഇപ്പൊ നടുവേനെടുക്കാനേ. ഈ ചെറുക്കന്റെ പുറകെ ഓടി, 4 വയസ്സല്ലേ ചെറുക്കന്. അവന്റെ പുറകെ ഓടി നടു ഭയങ്കര വെള്ളമടി. പിന്നെ അമ്മയുടെ സ്വഭാവം കിട്ടാണ്ടിരിക്കില്ലല്ലോ മോന്. എന്തായാലും അവളിപ്പൊ ഷോപ്പിങ്ങിന് പോയിട്ട് എന്തിനടി? ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 10 ചുരിദാർ വാങ്ങിക്കും, ഒരു 1000 സാരി വാങ്ങിക്കും. ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അവൾ ഒരു ഡ്രസ്സ് 2ാമത് ഇടറ. നീ കണ്ട? ഞാൻ പിന്നെ ആരുടെയും കുറ്റം പറയില്ല, ഞാൻ കണ്ടത് പറയും, അത്രേ ഉള്ളൂ. ഓരോ സ്വഭാവം അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനെ. കുറച്ച് കാശ് സേവ് ചെയ്യാൻ പാടില്ല അല്ലേ? ചുമ്മാ അമ്മയും കൊള്ളാം മോനും കൊള്ളാം. എന്താ ചിത്തോനെ അങ്ങനെ വിളിച്ചോണ്ടിരിക്കൂടി? റിമോട്ടാ നോക്കട്ടെ, എവിടെയാണാവോ? അവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാ, 2 കൈ കാണിക്കേ. TV വേണ്ട കേട്ടാ. റിമോട്ട് കൊടുക്കാത്ത കാര്യമുള്ളൂ. ഇല്ലടി, ഇപ്പൊ തന്നെ വരും എന്തെങ്കിലും ചോദിച്ചുകൊണ്ട്. എന്തിയുടെ മോനെ വർക്ക് ചെയ്യണല്ലേ? നോട്ടെ. ഇത് കേടായി മോനെ, പുറത്തു പോയി കളിച്ചോട്ടാ. ഇതുണ്ടല്ലോ, ഈ ചേട്ടനെ അനിയനും കൂടെ ഇവിടെ വഴക്കുണ്ടാക്കിയപ്പോഴേ മൂത്തവൻ ഇതെടുത്ത് ഇളയവനെ എറിഞ്ഞു. എന്നിട്ട് ഇതുകൊണ്ടേ ജനലിൽ കൊണ്ടു. എന്നിട്ട് ജനലിന്റെ ചില്ലും പൊട്ടി. ഇപ്പൊ റിമോട്ട് വർക്കും ചെയ്യാനുള്ള ജനലിന്റെ ചില്ല് മാറ്റിയിടണം. ഇപ്പൊ ഭയങ്കര തണുത്ത കാറ്റ് വന്നുകൊണ്ടിരിക്കുക. പിള്ളേരുടെ ഒരു കുസൃതി. എടീ, കോളിംഗ് ബെല്ലല്ലേ അടിക്കണ്ട. സുമ വന്നെന്ന് തോന്നുന്നു. ബാ പോയി നോക്കാം. ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്നു. എന്തൊക്കെ വാങ്ങിച്ച്? എത്ര ബാഗാടി? എനിക്കാ? ഇതെന്തിനോ? ഈ പെണ്ണിന് ഇതാണ് പരിപാടി. എന്ത് സാധനം വാങ്ങിച്ചാലും എനിക്കും വാങ്ങിക്കും.
രണ്ടൂന്ന് സാരിയൊക്കെ ഉണ്ടല്ലോ, എനിക്കില്ലാത്ത കളറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട് കൂടി. എന്റെ ഒരു കാര്യം. ജിത്തുമോനെ അമ്മ വന്നു. പിസയോ കഴിച്ച് മിടുക്കനായിട്ടിരിക്കാണ്. TV കാണാൻ പറ്റില്ല, റിമോട്ട് കേടായിപ്പോയി. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ പറഞ്ഞില്ലേടി ഈ പൈസയെ കൂട്ടിച്ചിട്ട് എന്തിനാ, ഞാൻ ഇപ്പൊ പറയായിരുന്നു നമ്മളെല്ലാരും ഈ സുമേനെ കണ്ടു പഠിക്കണമെന്ന്. പിന്നെ പാർട്ടിക്കൊക്കെ പോകുമ്പോ നല്ല അടിച്ചു പൊളിച്ച് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി പോണം അല്ലേ. നമുക്കെല്ലാരും ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ് എടുത്തു തരണോടി. ഈ പൈസയെ കൂട്ടിച്ച് ഇവിടെ കാണാൻ പാടില്ല, പൈസയെ കൂട്ടിച്ച് ഒന്നും ചെലവാക്കില്ല. നീ അടി മിടിക്കി, അങ്ങനെ തന്നെ വേണം. പക്ഷെ ഒന്നാലും ഇത്രയും വിലയുടെ സാരി ഒന്നും വാങ്ങിക്കണ്ടായിരുന്നു കേട്ടോ. നാളെ തന്നെ എടുക്കണം. എടി ഇതിന് മാച്ചിങ് ബ്ലൗസ് ഉണ്ട് നിന്റെ ആണോ, ഒന്ന് തരണോ കേട്ടോ. ജിത്തുട്ടോ എവിടെയോ? അയ്യോ ആനയുടെ ചക്കര പോവാണോ? ഒരു ഉമ്മന്നെ. നാളെ വന്നോട്ടോ. ഇടി ഇവൻ വന്നാലടി വീട്ടിൽ വരെ ഒച്ച വെച്ചുള്ളൂ. നാളെ വിടണം കേട്ടോ. ബൈ ബൈ, സീ യു. ശരി മോളെ, പുഷ് മോളെ.